പേര് ജോസ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഏപ്രിൽ 13-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കുവാനായിട്ട് ഇവിടെ വരാനുള്ള കാരണങ്ങൾ എൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളായിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു തൊഴിൽ മേഖലയിലുണ്ടായ ഏറ്റവും ഒരു പ്രശ്നം അത് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് സംഭവിച്ചതും അത് കഴിഞ്ഞ് വന്നതും. അതാണ് ഞാൻ ആദ്യം പറയുന്നത്. കാരണം കഴിഞ്ഞ വർഷം 2023 ജൂലൈ മാസം ഞാനൊരു കരിങ്കൽ കോറി നടത്തുന്ന ഓണർ വേറെ ഒരാളും കൂടിയുണ്ട്, ഒരു മുസ്ലിമാണ്. അവർ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കോറി നടത്തുന്നതെല്ലാം ഞാൻ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഈ കോറി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2023 കഴിഞ്ഞ് ജൂലൈ മാസത്തിൽ വലിയ മഴയൊക്കെ ഉണ്ടായ സമയത്ത്, ഈ മഴയുള്ള സമയത്ത് ഈ കോറികളിൽ പണി നടക്കല്ല് എന്നുള്ള ഒരു ഓർഡറുണ്ട്. അപ്പം ഓർഡർ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ പണി നിർത്തിവെച്ചു. അപ്പോൾ നമുക്ക് ഈ സാധനം എക്സ്പ്ലോസീവ് ഉപയോഗിച്ചാണ് ഈ കോറ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ കോറ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ പണിയില്ലാത്ത സമയത്തും ഞങ്ങൾക്ക് ഈ 2 ദിവസം ഈ സാധനം വന്നു. അപ്പോൾ ഈ സാധനം കുറേ ദൂരെ നിന്നാണ് വരുന്നത്. അപ്പം ഞങ്ങളുടെ ഇതിന് സൂക്ഷിക്കാനായിട്ട് വേറൊരു സ്ഥലമുണ്ട്. അത് ഈ കോറയിൽ നിന്നൊരു 7 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടി അതിന് തന്നെ ഒരു വാഹനമുണ്ട്. ആ വാഹനത്തിലേ ഇത് കൊണ്ടുപോകാൻ പാടുള്ളൂ. അങ്ങനെ ഈ പണിയില്ലാത്ത സമയത്ത് ഈ സാധനം വന്നു. ഞാനത് വണ്ടിയെ മേടിച്ചു. അത് നമ്മൾ സൈനൊക്കെ ചെയ്ത് ഒപ്പിട്ട് മേടിച്ച് ഈ വണ്ടിക്കകത്ത് വെച്ചു. അതിൻ്റെ പിറ്റേ ദിവസവും വന്നു. അതിന് 2 ദിവസം ഈ വണ്ടിക്കകത്ത് തന്നെ ഈ സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചു. ഞങ്ങളുടെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചപ്പോൾ ആ പോകുന്ന വഴിക്ക് കുറച്ച് മണ്ണിടിഞ്ഞുകൊണ്ട് വണ്ടി പോയില്ലായിരുന്നു. അവിടെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പണിയൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ മകളുടെ വീട്ടിലേക്ക് ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ചുമ്മാ അതിന് ഫോണില്ലാതെ ഞങ്ങളുടെ കുറേ ക്യാമറയൊക്കെ ഉണ്ട്. അത് ഞാൻ ചുമ്മാ ഈ ക്യാമറ എടുത്ത് നോക്കുമ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ ഈ കുറേയുടെ അവിടെ പോലീസ് വണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് ഇതെന്താ ദൈവമേ പോലീസ് വണ്ടി വന്നേ എന്നോർത്തു. അപ്പോൾ പോലീസ് വണ്ടി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ഓഫീസ് തുറന്നിട്ടുണ്ട്. അവിടെ ഒരു പയ്യനുണ്ട്. അപ്പോൾ അവനെ വിളിച്ച് ചോദിച്ചു, എന്താണ് പോലീസ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എന്നാന്നറിയത്തില്ല, അവരൊന്ന് ചോദിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പോലീസുകാരെ അറിയുന്നതാണ്. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു, എന്താ സാറേ എന്ന് ചോദിച്ചു. ഇല്ല, ഇവിടെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അതിനെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ കഴിഞ്ഞിട്ട് വേറൊരു പോലീസ് വണ്ടിയും കൂടെ വരുന്നു. അപ്പോൾ എനിക്കെന്തോ ഒരു സംശയം തോന്നി. ഞാൻ എന്നിട്ട് എൻ്റെ കൂടെ വന്ന് പിള്ളേരോട് പറഞ്ഞിട്ട് നമുക്ക് പോവാം. അപ്പോൾ എനിക്ക് ഒരു ചെറിയ ഭയമായി. പോലീസ് വണ്ടി എക്സ്പ്ലോസീവ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചോരയുള്ള സാധനമാണ്. അത് അറിയാവുന്നവർക്കേ അറിയത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ വണ്ടിയെ പോകുന്നു. ഞാൻ അവിടുന്ന് അന്നേരം തന്നെ എൻ്റെ കഴുത്തിൽ ഇവിടുന്ന് വന്ന ഈ കാശുരൂപമുണ്ട്. ഈ കാശുരൂപം എടുത്ത് ഇതേ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്യാമറയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പറഞ്ഞു, മാതാവേ, അവിടുന്ന് എനിക്ക് രക്ഷയുള്ളൂ, എന്നെ സഹായിക്കണം, എന്തോ ചൊറയുണ്ട് എന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് വണ്ടിയെ കയറി ഞങ്ങൾ പോകുന്ന ഒരു 55 കിലോമീറ്റർ ദൂരെയാണ് ഞാനുണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള വണ്ടി ഓടിക്കുന്നവനും മിണ്ടുന്നില്ല, വേറൊരാളും കൂടെ അയാൾ മിണ്ടുന്നില്ല. ഞാനിങ്ങനെ വിശ്വാസപ്രമാണവും ചൊല്ലി. കാരണം പിന്നെ എൻ്റെ ചിന്ത വെച്ച് ഞാൻ ജയിലിൽ കിടക്കുന്നതൊക്കെ ആയിട്ടുള്ള എൻ്റെ ഓർമ്മ. കാരണം എൻ്റെ മക്കളും എല്ലാം കൂടി ഇത് ഭയങ്കര പ്രയാസങ്ങളാവും. അപ്പോൾ ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടായി. കാരണം തെറ്റ് നമ്മുടെ അടുത്തില്ലെങ്കിലും ഇങ്ങനെയൊരു സാധനം വന്നു കഴിഞ്ഞാൽ അവർക്ക് പിടിക്കാം. അങ്ങനെ ഞാൻ അവിടെ വന്നു. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു 1:30 ആയപ്പോൾ ഞാനവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സാറിനോട് ചോദിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെയുള്ള ഇതിൻ്റെ മേഖലയിൽ വരാവുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവിടെയുണ്ട്. ഒരു 10-25 പോലീസുകാർ, ബോംബ് സ്ക്വാഡ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. അപ്പോൾ അവർ പിന്നെ എന്നോട് പറഞ്ഞു, ജോസേ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാനവിടെ പോയിരുന്നു. അപ്പോൾ അത് എന്തോ സംഭവം വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വന്ന സാറിനോട് ഞങ്ങളുടെ ഇതിൻ്റെ എല്ലാ പേപ്പറുകളും, ഈ സാധനം വന്നതിൻ്റെ എല്ലാ പേപ്പറുകളും, ഇതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോൾ അതെല്ലാം നോക്കി എല്ലാം ഡേറ്റെല്ലാം കണക്കാണ്. പക്ഷേ ഈ സാധനം ഈ വണ്ടിക്കകത്ത് ഇത്രയും സൂക്ഷിക്കാൻ പാടില്ല. അതാണ് അവർ പറഞ്ഞത്. ഇത്രയും സാധനം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അത് അതിൻ്റെ മേസിൽ തന്നെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇതിങ്ങനെ അങ്ങോട്ട് വണ്ടി പോവുകയല്ലായിരുന്നു അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുതലാളിമാരെ വിളിച്ചു. അപ്പോൾ അവർ നല്ല ഒരുപാട് പിടിപാടൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വന്നപ്പോൾ മുതലുള്ള പേടി എന്നാ വെച്ചാൽ, ഞാൻ കാരണം പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല, എല്ലാം എൻ്റെ കയ്യിലാണ്.
ആ കോറിലേക്ക് വരണമെങ്കിൽ തന്നെ അവരെ എന്നോട് ചോദിച്ചിട്ടേ വരുള്ളൂ. കാരണം അത് അത്രയും ഉത്തരവാദിത്വം എൻ്റെ കയ്യിലാണ്. അപ്പം ഞാൻ കാരണം പുള്ളിക്കത് ഇതിൻ്റെ ലൈസൻസ് പുള്ളിയുടെ പേരിലാണ്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇരുന്നു. ഞാൻ അവിടെ ആ ഓഫീസ് സൈഡിലൊരു കസേരയിൽ പോയി ഇരുന്നു. ഇങ്ങനെ എൻ്റെ ഈ ജമാല എപ്പോഴും ഉണ്ട്, ഈ കാശിരുവുണ്ട്. ഞാനിത് പിടിച്ച് മാതാവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചു. അങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു. അവർ വരാനുള്ള എല്ലാം വന്നു, എഴുതുന്നു. ഒരു 9 മണി 9:30 വരെ ആയപ്പോൾ അപ്പോൾ എന്നെ കൊണ്ടുപോകും എന്നുള്ള ഓർത്തിട്ട് എൻ്റെ വീട്ടിലൊന്നും എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും, അവർക്കറിയായിരുന്നു. അവരും വീട്ടിലവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു 10 മണി 9:30 കഴിഞ്ഞപ്പോൾ അവരെന്നോടൊന്ന് പറഞ്ഞു, സാർ വന്ന് എന്നോട് പറഞ്ഞു, ജോസേ ഞങ്ങൾ ഈ വണ്ടി കസ്റ്റഡിയിലെടുക്കണം. അപ്പോൾ വണ്ടി കസ്റ്റഡി എടുപ്പോൾ അടുത്ത് തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അടുത്ത് എന്നോട് പറഞ്ഞു, ജോസേ ഞങ്ങൾ പോവുകയാണ്, പിന്നെ നിങ്ങൾ നാളെയോ മറ്റന്നാളോ വന്ന് പുള്ളീനെ കൂട്ടിക്കൊണ്ട് വന്ന് ഇതിൻ്റെ ഓണറേയും കൂട്ടിക്കൊണ്ട് വന്ന് സ്റ്റേഷനിൽ ജാമ്യം എടുത്താൽ മതി എന്നാണ് അവരാദ്യം എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട്, കാരണം അത്രയും ഞാൻ ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ അവർക്കറിയാം. കാരണം അത്ര ഒരു ഡേഞ്ചർ കേസാണിത്. കാരണം അത് നമ്മുടെ തെറ്റില്ലെങ്കിലും, കാരണം ഈ സാധനം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വണ്ടി പോവുകയല്ല, ഞങ്ങളുടെ ഈ തെറ്റില്ല, പക്ഷേ അവർക്ക് നിയമപരമായിട്ട് തെറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഈ സാധനം അവർ കൊണ്ടുപോയി, അവർ വണ്ടി കൊണ്ടുപോയി. ഞാനവിടെ നിന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം സ്വസ്ഥമായിരുന്ന് കുറേ നേരം ഞാൻ കരഞ്ഞു. കാരണം മാതാവിൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് തന്നു. കാരണം ഞാൻ ആ ചുരുങ്ങിയ നേരം കൊണ്ട് ഞാൻ ജയിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ, എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ഇതെല്ലാം ഓർത്ത് ഒത്തിരി സങ്കടപ്പെട്ടു. കാരണം ഞാൻ എന്ത് വിഷമം വന്നാലും എൻ്റെ മക്കളോട് ആരോടും ഞാൻ പറയാറില്ല. എൻ്റെ വ്യക്തിപരമായ എന്ത് കാര്യങ്ങൾ വന്നാലും ഞാൻ ആരോടും പങ്കുവയ്ക്കുകയില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥനയിലും ഒക്കെ പോകുന്നതാണ്. അപ്പോൾ വൈദികരൊക്കെ എന്നോട് പറയും, മറ്റുള്ളവരോട് പങ്കുവയ്ക്കണമെന്ന് പറയും, മക്കളോട് സങ്കടം പറയണമെന്ന് പറയും. പക്ഷേ ഞാൻ പറയുകയില്ല. കാരണം ഞാൻ പറഞ്ഞാൽ അത് അവർക്ക് സങ്കടമാവും, അതുകൊണ്ട് ഞാൻ പറയുകയില്ല. അങ്ങനെ ഞാൻ എന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം അവിടെ വന്നു. നമുക്ക് പോകാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് ഒരു മുതലാളി അവിടെ വന്നു. പുള്ളി വന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാം ശരിയാവും, അത്ര എങ്ങനെ ആയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഈ കുറേ ആദ്യം തുടങ്ങിയപ്പോഴും ഞാനിവിടെ വന്നിട്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ആ കുറേ ആദ്യം തുടങ്ങാൻ പറ്റിയത്. കാരണം ഇവിടുന്ന് ഞാൻ കൊണ്ടുവന്ന ഉപ്പും എല്ലാം അവിടെ കൊണ്ടിട്ട് വിശ്വാസപ്രകടനം ചൊല്ലി രാവിലെ തൊട്ട് ഉച്ച വരെയൊക്കെ തന്നെ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു 24 മണിക്കൂറിനുള്ളിൽ ഈ വണ്ടി അവിടുന്ന് ഇത് എവിടെയെങ്കിലും മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ ഇത് സ്ഫോടക വസ്തുവാണ്, സ്റ്റേഷനിൽ സൂക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, അവർ വേറെ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു. ഇത് മാഗസിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇല്ല, എല്ലാവർക്കും അവരുടെ സ്റ്റോക്കുള്ളതേ ഉള്ളൂ. ഞങ്ങളുടേത് വലിയ കൂടിയ സ്റ്റോക്കുള്ള സ്ഥാപനമാണ് ഞങ്ങളുടേത്. അങ്ങനെ അവർ പിറ്റേ ദിവസം ഞങ്ങളോട് തന്നെ അന്ന് വൈകിട്ട് രാത്രിയിൽ അവിടുന്ന് DSP ഓഫീസിൽ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് തന്നെ സൂക്ഷിച്ചുകൊള്ളുക. അപ്പോൾ അതും ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ മേസിൽ കൊണ്ടുപോയി അവർ സൂക്ഷിക്കാൻ തന്നു കഴിഞ്ഞ ശേഷം ഞങ്ങൾ എൻ്റെ കൂട്ടിക്കൊണ്ടുപോയി അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും അവർ നമ്മളൊരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് മേടിക്കും. കാരണം അത് അവിടുന്ന് പിന്നെ നഷ്ടപ്പെട്ടാലും അതിൻ്റെ ഉത്തരവാദി പിന്നെ ഞാനായിരിക്കും. പിന്നെ ഇതുപോലെയുള്ള യാതൊരു ആനുകൂല്യം കിട്ടിയല്ല. അങ്ങനെ അവിടെ നമ്മൾ 2 സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്, അവിടെ വെച്ചിട്ട് പോന്നു. അത് കഴിഞ്ഞ് 10 ദിവസം ഞങ്ങളുടെ കുറേ അവിടെ ഒരു സീൽ ചെയ്ത് പോയി പണി നിർത്തിവെച്ചു. 10 ദിവസം ശേഷമാണ് ഞങ്ങളുടെ കേസെടുക്കുന്നത്. അപ്പോൾ ഞാൻ കേസെടുക്കാൻ പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് കേസ് വാദിക്കുന്നത് മാതാവും വിധി പറയുന്നത് ഈശോയുമായിരിക്കും. അതുകൊണ്ട് പിന്നെ സിയാദിക്ക എന്നാണ് പുള്ളിയുടെ പേര്. നിങ്ങൾ സങ്കടപ്പെടേണ്ട, എല്ലാം ശരിയാവും. അങ്ങനെ പോയി 13ാമത്തെ ദിവസം ഞങ്ങൾക്ക് കൃത്യം അതിൻ്റെ ഓർഡർ കിട്ടുകയും ഞങ്ങളുടെ പണി തുടങ്ങുകയും ചെയ്തു. അതിന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ അടുത്തതിൻ്റെ സാക്ഷ്യം, ഞാൻ ഇതിനൊക്കെ ഇവിടെ ഈ കൃപാസനത്തിൽ വരാൻ വേണ്ടി കാരണം, ഞാൻ ആദ്യം കുറേയൊക്കെ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. എല്ലാം കുറേ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന സമയത്ത് പണിയൊന്നുമില്ലായിരുന്നൊരു വീടൊക്കെ വെച്ചു. ആ വീടൊക്കെ വെച്ചു. വീടിനകത്ത് ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടായി. മക്കളൊക്കെ പഠിച്ചെങ്കിലും ആർക്കും ജോലിയില്ല. ഒരു മോളുടെ മാത്രം കല്യാണം കഴിഞ്ഞുള്ളൂ. അപ്പോൾ 2 പേര് BSc നേഴ്സിംഗ് പഠിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആകെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഈ വീട് താഴെ ഞാൻ പഴയ താമസിച്ചൊരു വീടുണ്ട്, അതൊന്ന് വിൽക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ആര് വന്നാലും അതിന് വില കിട്ടില്ല, കാരണം ഒരു 50 മീറ്റർ അങ്ങോട്ട് വഴിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാനെന്നും ഈ ഉപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ അവിടെ പോയി ആരും കാണാതെ, കാരണം ആരും കാണാതെ ഞാൻ പോകുന്നത്. അപ്പം ഞാൻ തന്നെ അവിടെ പോയി അതിനകത്ത് കയറി കഥ അടച്ച് അതിനകത്ത് ഇരുന്നിട്ട് പിന്നെ ജപമാലയും ചൊല്ലി ഈ ഉപ്പും വീടിന് ചുറ്റും ഇട്ടിട്ട് പോന്നു. കൃത്യം ഞാൻ ആ ഉപ്പിടാൻ തുടങ്ങിയിട്ട് 3ാമത്തെ ദിവസം എനിക്ക് ആ വീട് വിൽക്കാൻ സാധിച്ചു. അതിനുശേഷം
പിന്നെ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ നേഴ്സിംഗ് കഴിഞ്ഞു. രണ്ടാമത്തോളെ OIT എഴുതി ആദ്യത്തെ OIT എഴുതി അവൾ തോറ്റു. അപ്പോൾ അവൾ ഓരോ OIT നോക്കുമ്പോഴും ഞാൻ മാതാവിന് നന്ദി പറയും. കാരണം അവളിപ്പോൾ OIT എഴുതി അയച്ചു കഴിഞ്ഞാൽ, കാരണം ഞാൻ പറയും, നീ ഇപ്പോൾ പോയാൽ നിനക്ക് കിട്ടുന്നത് ശരിയായിരിക്കുകയില്ല, അതുകൊണ്ട് നിന്നെ തോൽപ്പിക്കുന്നതുണ്ട്, അല്ലാണ്ട് മാതാവിന് ഇഷ്ടമില്ലായിട്ടല്ല. കാരണം അതുപോലെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ അവളുടെ OIT എഴുതി കഴിഞ്ഞ ശേഷം മൂന്ന് പ്രാവശ്യം OIT എഴുതി കഴിയുമ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടും അത് കഴിഞ്ഞ് സ്ഥലം വിൽപ്പന കഴിഞ്ഞ് വീണ്ടും എൻ്റെ കോറ തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ പണിയുണ്ടായിരുന്നു. സാമ്പത്തികം വന്നപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ മോളുടെ കല്യാണം കഴിച്ചു. അവളെ കഴിച്ചു വിട്ട് തൊട്ടടുത്ത് തന്നെയായിരുന്നു. അത് ഒരത്ഭുതമാണ്. കാരണം എൻ്റെ തറവാടിൻ്റെ അടുത്ത് ഒരു ഫോർട്ടിനകത്ത് 2 വീടുള്ളതാണ്. അതിനകത്ത് തൊട്ടടുത്ത വീട്ടിലാണ്. അത് അവർ നേരത്തെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കല്യാണം കഴിഞ്ഞു. അപ്പോൾ കല്യാണം ഞാൻ വീട്ടിൽ പറഞ്ഞ അവളുടെ കല്യാണം കഴിക്കാനുള്ള നമ്മൾ ഒരു സാമ്പത്തികം വന്ന കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം അവൾ OIT എഴുതി. അങ്ങനെ അവൾ OIT എഴുതി 7ാമത്തെ പ്രാവശ്യമാണ് അവൾ പാസ്സാകുന്നത്. അവൾ 7ാമത്തെ പ്രാവശ്യം ഫുള്ള് എല്ലാം മാർക്കോടുകൂടി അവൾ ജയിച്ചു. അവൾക്ക് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അവൾക്ക് പെട്ടെന്ന് പോയി. കഴിഞ്ഞ മെയ് 15 അവൾ UK പോയി. അവൾ UK പോയി. അവിടെ ജോലി പ്രവേശിച്ചു. അപ്പോൾ അവിടെ ചെന്ന് ഇപ്പോൾ അവളോട് അവിടെയുള്ളവർ പറഞ്ഞു, നിങ്ങൾ ചെന്നത് അവിടെ ഇലക്ഷൻ ഇപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ബാച്ചാണ് നിങ്ങൾ വന്നത്, ഇനിയിപ്പോൾ ഉടനെയൊന്നും ആൾക്കാരെ അങ്ങോട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അത് അവളുടെ നാത്തൂനൊക്കെ പോകാൻ വേണ്ടി കുറേ പരീക്ഷ എഴുതികളോട് എഴുതിയിട്ട് അവൾക്കൊന്നും കിട്ടിയിട്ടില്ല. കുറേ പിള്ളേർ ഞാൻ അറിയുന്നത് തന്നെയുണ്ട് UK പോകാൻ ബുദ്ധിമുട്ടായിട്ട് പോകാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. ഇവർ ചെന്നു. അപ്പോൾ ഇവരുടെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു അവിടുത്തെ ഹോക്കി പരീക്ഷ, അവിടെ നിലനിൽപ്പിൻ്റെ അവിടുത്തെ പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, മാതാവ് കൂടെയുണ്ട്. ഉടമ്പടി അവളും എടുത്തിട്ടുള്ളതായിരുന്നു. ഞങ്ങൾ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 25 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. 25 പ്രാവശ്യം വരുമ്പോഴും എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ വരുമ്പോൾ ഒരു 10 പേരെങ്കിലും ഞാൻ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിഞ്ഞ വർഷത്തെ ജപമാല റാലിയിൽ ഒരു ബസ്സിനാളെ ഞാൻ കോറയിലുള്ള എല്ലാവരെയും കൂടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറയാം. അതിനെന്തായാലും എൻ്റെ മോള് ആ ഹോക്കി പരീക്ഷയിൽ പരീക്ഷയിലും അവൾ വിജയിച്ചു. അവൾ പറഞ്ഞ അവളുടെ കൂട്ടുകാരി ഞാൻ പറഞ്ഞു, എല്ലാവരും വിജയിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവ് കേൾക്കും. എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൾ പറഞ്ഞ് ഞാൻ തോക്കും, എന്നാലും ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ല, നീ ഈ പ്രാവശ്യം തന്നെ ജയിക്കും. അങ്ങനെ ആ പ്രാവശ്യം അവൾ വിജയിച്ചു. അപ്പോൾ അവളവിടെ സുഖമായിരിക്കുന്നു. ഇനി അവളുടെ ഹസ്ബൻഡ് 2-ാം തീയതി അവനും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ 3ാമത്തെ മകൾ ഇതുപോലെ തന്നെ പഠിച്ച് BSc നേഴ്സാണ്. അവൾ അവളെയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തി ഇച്ചിരി ദേഷ്യമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവൾ എന്തായാലും സ്വന്തം കാര്യം തന്നെ അവൾ OIT പഠിച്ചില്ല, ITS പഠിക്കണമെന്ന് പറഞ്ഞു. അത് പഠിക്കാൻ വേണ്ടി പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവളൊരു ഇൻ്റർവ്യൂ പറഞ്ഞു പോയി. ഇൻ്റർവ്യൂ വന്നു. അവൾ സൗദിയിലേക്കായിരുന്നു കിട്ടിയത്. അവളിപ്പോൾ സൗദിയിലേക്ക് പോയിട്ട് ഇപ്പോൾ 10 മാസത്തോളമായി. അവൾ സൗദിയിൽ ജോലി ചെയ്യുന്നു, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ. അവൾ ഇപ്പം എന്നോടൊക്കെ പറഞ്ഞു, ഞാൻ അവിടുന്ന് പോകാൻ വേണ്ടി ITS പരീക്ഷ എഴുതിയിരിക്കും. അവൾ കഴിഞ്ഞ ശനിയാഴ്ച IIT പരീക്ഷ എഴുതി, അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുവാണ്. പിന്നെ എൻ്റെ മൂത്തവൾക്ക് ഒരു വീടിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവൾക്ക് വീടില്ലായിരുന്നു. അപ്പം നമ്മുടെ എല്ലാവരും വീടൊക്കെ ഉള്ളപ്പോൾ അവൾക്കൊരു വീടില്ല. അവളുടെ ഹസ്ബൻഡ് ഖത്തറിലാണ്. അവരൊരു സ്ഥലമൊക്കെ മേടിച്ച് വീട് പണിതില്ലായിരുന്നു. അപ്പോൾ അവൾക്കൊരു വീട് പണി ഇപ്പം മാതാവിൻ്റെ അനുഗ്രഹത്താലും ഈശോയുടെ അനുഗ്രഹത്താലും വീട് പണി ഇപ്പം ടൈൽസ് വരെ ഇടാറായി. അത് ടൈൽസ് വരെ മേടിച്ച് വെച്ചു. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഏറ്റവും വലുത്, ഞാനിവിടെ നിൽക്കുന്ന എൻ്റെ ഒരു കണ്ണിന് ഇല്ലാത്ത ഒരാളാണ്. എൻ്റെ ഒരു അപകടത്തിൽ എൻ്റെ ഒരു കണ്ണ് പോയി. ഈ ഒരു കണ്ണ്, വലത് കണ്ണ് എനിക്ക് കാഴ്ചയില്ലാത്തതാണ്. ഡമ്മി കണ്ണാണത്. അപ്പോൾ ഞാനിപ്പോൾ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കും, സ്വന്തമായിട്ട് എവിടെ യാത്ര ചെയ്യും, ഏത് വണ്ടിയും ഓടിക്കും. കാരണം വണ്ടികളുണ്ട് എനിക്ക്. ഞാൻ വണ്ടികളൊക്കെ ഓടിക്കും, എവിടെയും യാത്ര ചെയ്യും, എന്തും വായിക്കും. അപ്പോൾ അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം. കാരണം ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. ഈ ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഒരു കുറവോ എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്നാന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഒക്ടോബർ മാസത്തിലെ ജപമാല റാലിയിൽ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. കാരണം എന്നോട് വിനീഷ് പറഞ്ഞപ്പോൾ, കാരണം വിനീഷ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്, കാരണം വിനീഷോട് ഞാൻ പറഞ്ഞു, വിനീഷ് പറഞ്ഞു, ജോസേട്ടന് കാര്യം ചെയ്യാൻ പറഞ്ഞു, കോറയിലുള്ള എല്ലാവരെയും കൂടെ കൊണ്ടിരുന്നുണ്ട്. കാരണം ഞങ്ങളുടെ കോറയിൽ ഇങ്ങനെ കേസ് കിടന്നപ്പോൾ ഞാൻ ഇവരെ എല്ലാവരെയും കൂട്ടി ഇവിടെ ജപമാല റാലിക്ക് വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കൂടി അവർ 17 ബസ്സുണ്ട്, ഞങ്ങളുടെ അടക്കം 18 ബസ്സുണ്ടായിരുന്നു.
അപ്പോൾ ആ ബസ് കൊണ്ടിരുന്ന തലേദിവസം എനിക്ക് നല്ല പനിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് ആദ്യമായിട്ട് പോകേണ്ടതാണ്, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, 1 കിലോമീറ്ററെങ്കിലും നടക്കണം, അത്രയും എനിക്ക് ആഗ്രഹമുള്ളൂ. ഞാനൊരു 10 മീറ്റർ പോലും വീട്ടിൽ നിന്ന് എൻ്റെ പണിസ്ഥലത്തേക്ക് 1 കിലോമീറ്റർ പോലും ദൂരമില്ല. ഞാൻ അവിടെ വണ്ടിയിലേക്ക് അങ്ങോട്ട് പോകും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അത് പള്ളിയിൽ പോകുമ്പോൾ എല്ലാം വണ്ടിയിലല്ലാണ്ട് നമ്മൾ യാത്രയില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ 1 കിലോമീറ്റർ നടക്കണമെന്ന് ആഗ്രഹമുള്ള എൻ്റെ മക്കളും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, കോറയിലുള്ളവരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ രാവിലെ കഴിഞ്ഞ് വന്നു. അന്നത്തെ ആൾക്കാർക്ക് ഭയങ്കര ഒരുപാട് ആൾക്കാരുള്ള ഉള്ള സമയമാണല്ലോ. ഞങ്ങളിവിടെ വന്നു, എല്ലാവരും ഇതിലേ പോയി, ഞാനും എൻ്റെ മക്കളും അവർ മാത്രം ഞങ്ങൾ ഒന്നിച്ച്, ബാക്കി എല്ലാവരും അതിലേലും പോയി. അങ്ങനെ ഞാൻ ആദ്യം നടന്നു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്തേരെ ആയിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 6 കിലോമീറ്ററോളം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പറഞ്ഞു, എന്നാൽ കുഴപ്പമില്ല, കുറച്ചുകൂടെ പോകാമെന്ന് പറഞ്ഞു. എന്തായാലും ഞാനത് ഫുള്ളായിട്ട് അവിടെ എത്തുകയും അവിടെ ചെന്ന് പിന്നെ അർത്തുങ്കൽ പള്ളിയിൽ വരെ നടന്ന് ചെല്ലുകയും ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ല. കാരണം ഒരു മസിൽ കയറും എന്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ അവിടെ എത്തി. അതിനുശേഷം അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ആരെയും കാണുന്നില്ല, ഞാൻ ആരെയും കാണുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരെയും വിളിച്ചപ്പോൾ ഒരു ഫോണും കിട്ടുന്നില്ല. അപ്പോൾ ഈ 48 പേരുണ്ട്. ഈ 48 പേരുടെ ഉത്തരവാദിത്വം എൻ്റെ തലയിലാണ്. അപ്പം ഞാൻ വിനീഷിനെ മാത്രം ഇടയ്ക്ക് വിളിക്കുമ്പോൾ കിട്ടും. വിനീഷുണ്ട്, നമ്മളിവിടെ ഒരു ചാത്തനുണ്ട്, മിനി എന്ന് പറഞ്ഞുകൊണ്ട്, നീന്ന് വന്ന അമ്മാമ്മയുണ്ട്. അങ്ങനെ ഇവരെല്ലാവരെയും അറിയാം. അപ്പോൾ ഇവരെ ആരെയും വിളിച്ചിട്ട് ഫോൺ പോലും കിട്ടുന്നില്ല, ഫോണെല്ലാം ജാമായിരുന്നു. അങ്ങനെ ഒരു 2 മണി 3 മണിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, അതാ ഞാൻ അന്നേരം തന്നെ എനിക്ക് പനി കുറച്ച് കുറഞ്ഞായിരുന്നെങ്കിലും അന്നേരത്ത് ഭയങ്കര ക്ഷീണമായി, ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ ഒരു സ്ഥലത്ത് വന്നിരുന്ന് കഴിഞ്ഞപ്പം ഞാൻ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിയിട്ട് വാ, ഞാനിവിടെ ഇരിക്കാം. ഞങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിയായപ്പോഴത്തേന് ഞങ്ങൾ ആദ്യത്തെ ബസ്, ഞങ്ങളുടെ ഉള്ള എല്ലാവരും എൻ്റെ കൂടെ വന്നവർ, ഞങ്ങളുടെ ബസ് മാത്രം പാർക്കിങ്ങിലില്ല. അത് വേറെ ഒരു സ്ഥലത്ത് പുള്ളിക്ക് വരാൻ പറ്റിയില്ല, ബ്ലോക്കായ കാരണം. പുള്ളിക്ക് വണ്ടി കണ്ടുപിടിക്കുകയും 4 മണിക്ക് തന്നെ ഞങ്ങൾ അവിടുന്ന് അർത്തുങ്കൽ പള്ളിയിൽ നിന്നേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത്, ഞാൻ ഒരു കരുണാലയമുണ്ട്, അവിടെ ഞങ്ങളെല്ലാ മാസവും ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ള ആര് ചോദിച്ചാലും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. ബൈബിളിൽ പറഞ്ഞ പോലെ, നീ ഇനിയും കടം മേടിക്കാൻ ഇടവരുത്തില്ല, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല എന്നുള്ള ഒരു തിരുവചനവും കൂടെ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. കാരണം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടന്നത് എന്നാന്ന് വെച്ചാൽ, ഞാനൊരു കിണർ കുത്തി. കാരണം ഞങ്ങൾ കുഴൽക്കിണറായിരുന്നു. ഒരു കിണർ കുത്തി കഴിഞ്ഞ മാർച്ചിൽ. അപ്പം മെയിലായപ്പം അതിനകത്ത് വെള്ളം കണ്ടു. 15 പോലെ തന്നെ ഇഷ്ടംപോലെ വെള്ളം കണ്ടു. ഞാൻ കിണർ കുത്താൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു സ്ഥലം ഞങ്ങൾക്കില്ലായിരുന്നു. ആ സ്ഥലം ഞാൻ മേടിക്കുമായത്. അപ്പോൾ 5 സെൻറ്റ് സ്ഥലം ചോദിച്ചു. ഞാൻ ഒരു കിണർ കുത്താൻ വേണ്ടി മേടിച്ചു. അത് 1/2 ഏക്കർ മേടിക്കാൻ എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു. അപ്പോൾ അതിനകത്ത് ഒന്നിച്ച് അവർ ആ സ്ഥലം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് 1/2 ഏക്കർ സ്ഥലവും ഞാൻ ഒന്നിച്ച് മേടിച്ചു. അതിനകത്തൊരു കിണർ കുത്തിയിൽ വെള്ളം കണ്ടു. ഞാൻ പറഞ്ഞു, ഞാനെന്നും രാവിലെ ആ കിണർ കുത്താൻ സ്ഥാനം കണ്ടു ശേഷം എന്നും അതിനകത്ത് കൊണ്ടുപോയി ഞാൻ ഉപ്പ് ഇട്ടിട്ട് പ്രാർത്ഥിക്കും. അതിന് 13 കോലിന് വെള്ളം കാണും, 15 കോല് വരെ കുത്തണമെന്ന് പറഞ്ഞു. അതിന് കൃത്യം 12 കോല് കഴിഞ്ഞപ്പോൾ വെള്ളം കിട്ടി. 15 കോലായപ്പോൾ വെള്ളം ഇഷ്ടം പോലെ കണ്ടു. അന്നേരം ഞാൻ ചോദിച്ചാൽ അതിൻ്റെ അടി മണ്ണ് കുറച്ച് ഇളയിട്ടല്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, അടി മാത്രം കുറച്ച് കെട്ടാമെന്ന് പറഞ്ഞു. ആ അടി മാത്രം കുറച്ച് കെട്ടി. ആദ്യം മഴയൊക്കെ പെയ്തു. ഈ മഴയത്ത് ആദ്യത്തെ മഴയ്ക്ക് അത് തികച്ചു ഇടിഞ്ഞു പോയി. അത് മൊത്തം ഇടിഞ്ഞു. അപ്പം എനിക്ക് പേടിയായി. അതിൻ്റെ തൊട്ടുപുറം ഞങ്ങളുടെ വീടിൻ്റെ വലിയൊരു കെട്ടൊക്കെ ഉണ്ട്, ഇതെല്ലാം കൂടി ഇടിയുമോ? അങ്ങനെ പെട്ടെന്ന് ഞാൻ ഒരാളെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ വന്നു. അതിനകത്തോട്ട് ഇറങ്ങാൻ പോലും ആർക്കും പറ്റില്ല. ഒരു 2-3 ആൾക്കാർക്ക് നീളത്തിൽ കയറി പോവാം. അങ്ങനെ എന്തായാലും അടുത്ത ഒരാൾ വന്നു, കുറേ ആൾക്കാർ വന്നു. ഒരാഴ്ച പണിയെടുത്തു. ഫുള്ള് റിങ് ഇറക്കി. അത് പിന്നെ ഉപയോഗം ക്ലിയറാക്കി തരികയും ചെയ്തു. ഇനിയും എനിക്ക് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. കാരണം ഞങ്ങളെന്നും പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഈ ഉടമ്പടി എടുത്ത് 2022 13-ാം തീയതി എടുത്ത് ഇതുവരെ ഈ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്. അതുപോലെ രാവിലെയും വൈകിട്ടും ഞാൻ ഈ തേനും ഉപ്പും പിന്നെ എണ്ണയും ഞാനും എൻ്റെ മോളുടെ കൊച്ചിനും ഇത് ഒരു ദിവസം പോലും മുടങ്ങാണ്ട് അവളെന്നും വരും. കുരിശ് വരെ കഴിയുമ്പോൾ ഈ എണ്ണ തേക്കാണ്ട് ഇതുവരെ ഞാനും കിടക്കാറില്ല.
അപ്പോൾ ഇതുവരെ ദൈവം സഹായിച്ച് എപ്പോഴും പിള്ളേർക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതുവരെ അവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും ഒരു ഉണ്ടായിട്ടില്ല. ഇതിലെ മക്കളും ഞങ്ങളെല്ലാവരും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഒത്തിരി അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. അതുകൂടെ ഞാൻ ഈ താമസിച്ചു പോയതിന് കാരണം ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. ഇത് എനിക്ക് പറയാൻ പറ്റാത്ത എത്ര അനുഗ്രഹങ്ങളുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ഏതൊക്കെ കുറേ കുറവുണ്ട്. അപ്പോൾ തൊഴിൽ മേഖലകൾ തന്നെ ഒത്തിരി പ്രാവശ്യം നിന്ന് തുടങ്ങിയായിരുന്നു. ഇപ്പോൾ വീണ്ടും നിന്ന് കിടക്കുവാണ്. അപ്പം ഞാനിത് തുടരാനായിട്ട് ഇനിയും വരണ്ടും. അപ്പോൾ എൻ്റെ മോളുടെ IT പരീക്ഷയുണ്ട്. അതിൻ്റെ റിസൾട്ട് അടുത്ത ആഴ്ചയെ വരുള്ളൂ. അപ്പം മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇനിയും സാക്ഷ്യം പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്കത് എല്ലാ അനുഗ്രഹങ്ങൾക്കും എനിക്ക് പരിശുദ്ധ അമ്മയോടും ഈശോയോടും കൂടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.